Okay. Welcome back. So we'll start from the next parliamentary statute which was put forward by the British Parliament. And the next act is known as അടുത്ത നിയമം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത നിയമം 1781 പാസ്സാക്കപ്പെട്ട അമെൻഡിങ് ആക്ട് അല്ലെങ്കിൽ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് or the amending act. Fine. So this is the next law which was enacted by the British Parliament. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ സുപ്രീം കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വിചാരണ മാത്രമാണ്. അല്ലെങ്കിൽ the Supreme Court was designed exclusively for the trial of Britishers എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ട്രയൽ ഓഫ് ബ്രിട്ടീഷേഴ്സ്. And we have made it clear, isn't it? Now this was considered as one of the defect of the Regulating Act of 1773. 1773 Regulating Actന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ സുപ്രീം കോടതിയുടെ പരിമിതമായ അധികാരമാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യുക എന്ന് പറയുന്ന അധികാരം മാത്രമാണെന്ന് സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ അതിനെ കവച്ചു വെക്കാൻ പല തരത്തിൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ് ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ ഒരു നിയന്ത്രണത്തെ കവച്ചു വെക്കാൻ പല രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അവർ ഇന്ത്യക്കാരെ കൂട്ടുപിടിച്ചു. സ്വാഭാവികമായും ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനുള്ള അവകാശം ഈ കോടതികൾക്കില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പൊ അങ്ങനെ അവരതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് പരിഹരിക്കുക എന്നുള്ളതാണ് the interest of the Amending Act of 1781. 1781 അമെൻഡിങ് ആക്ടിന്റെ ഉദ്ദേശം റെഗുലേറ്റിംഗ് ആക്ടിൽ അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ആക്ടിന്റെ ഡിഫക്റ്റ് ആയ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരായ്മ പൂർണ്ണമായും അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അമെൻഡിങ് ആക്ടിന്റെ ഉദ്ദേശം. Now what needs to be done is that you have extended the jurisdiction of the Supreme Court over all the inhabitants of Calcutta. So you have established the Supreme Court in Calcutta. അല്ലെ, കൽക്കട്ടയിലാണ് നിങ്ങൾ ഒരു സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിലേക്ക് മാത്രമാണ് നിങ്ങൾ ഒതുക്കിയത്. ബ്രിട്ടീഷുകാരിലേക്ക് ഈ ജൂറിസ്ഡിക്ഷൻ ഒതുക്കിയതിനെ ബ്രിട്ടീഷുകാർ കവച്ചു വെക്കുന്നത് പലപ്പോഴും ഇന്ത്യക്കാരായ മറ്റു കൂട്ടാളികളെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ now what needs to be done is that you are covering this entire jurisdiction. അമെൻഡിങ് ആക്ടോട് കൂടി ബ്രിട്ടീഷ് പാർലമെന്റ് പറയാണ് ഇനി മുതൽ സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് കൽക്കട്ട നിവാസികളിലേക്ക് മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുന്നു. വെരി ഗുഡ്. Now the problem was that ഈ സുപ്രീം കോടതിയില് വിചാരണ നടന്നുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. അപ്പൊ ഈ ഇംഗ്ലീഷ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിചാരണ നടക്കുമ്പോൾ പ്രധാനമായും കൽക്കട്ടയിൽ രണ്ട് വിഭാഗക്കാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അഫ്കോഴ്സ് ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ആൻഡ് ദർ വാസ് മുസ്ലിം കമ്മ്യൂണിറ്റി ഓൾസോ. ഈ രണ്ട് വിഭാഗക്കാരും വളരെ മതപരമായി അല്ലെങ്കിൽ വളരെ ഇമോഷണലി മതം എന്ന ആശയം മനസ്സിൽ സൂക്ഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗക്കാരായിരുന്നു. വളരെ ഇമോഷണലി സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വിഭാഗക്കാരായിരുന്നു ഇവര്. അപ്പൊ ഇവരിലേക്ക് ഇംഗ്ലീഷ് നിയമങ്ങൾ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല. അപ്പൊ ഇവർക്കൊരു കൺസിഡറേഷൻ കൊടുത്തു. ഹിന്ദുക്കള് ഈ സുപ്രീം കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുക ഹിന്ദു പേഴ്സണൽ ലോസ്, ഹിന്ദു വ്യക്തിഗത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അതായത് അവർ ഏത് നിയമത്തിലാണോ
ഇതുവരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർ വിചാരണ ചെയ്യപ്പെടൂ. ആൻഡ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി വുഡ് ബി ട്രയൽഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി മുഹമ്മദൻ ലോസ്. മുഹമ്മദൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റി ട്രയൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പരാമർശിച്ചിരുന്ന മറ്റൊരു കാര്യം. The reason is that they are they were very much conservationist. So it was practically impossible that you can extend the jurisdiction to all the inhabitants of Calcutta on a single go. Gradually ബ്രിട്ടീഷ് നിയമങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം, പക്ഷെ ഒറ്റയടിക്ക് മുഴുവൻ നിയമങ്ങളും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ വളരെ മതപരമായി അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്ന ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അവിടെ സ്വാഭാവികമായും ഒരു റയറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഹിന്ദുക്കളെ ഹിന്ദു വ്യക്തിഗത നിയമത്തിന്റെ അടിസ്ഥാനത്തിലും മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുസ്ലിം വ്യക്തിഗത നിയമത്തിന്റെ അടിസ്ഥാനത്തിലും വിചാരണ ചെയ്യും എന്ന് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. And there was one more thing. We have exempted the Governor General, the Executive Council, and servants from the jurisdiction for their official actions. നേരത്തെ ഈ ഒഫീഷ്യൽസിനെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിനെ വിചാരണ ചെയ്യാനുള്ള അവകാശമായിരുന്നു ഈ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അവരെ ഒഫീഷ്യൽ ആക്ഷൻസിൽ വിചാരണ ചെയ്യാൻ ആർക്ക് സാധിക്കില്ല? ഒഫീഷ്യൽ ആക്ഷൻസിൽ, അതായത് ഒഫീഷ്യൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കമ്പനി ഒഫീഷ്യൽസ് പെർഫോം ചെയ്യുന്ന, അതായത് കമ്പനിക്ക് വേണ്ടി കമ്പനി ഒഫീഷ്യൽസ് പെർഫോം ചെയ്യുന്ന ആക്ഷനിൽ ഇനി മുതൽ എന്ത് ചെയ്യില്ല? സുപ്രീം കോടതി ഇടപെടില്ല. ഇതിന്റെ രസകരമായ ഒരു വസ്തുത, യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി നിലവിൽ വരുന്ന സമയത്ത് there was again a power turf. അതായത് ഈ സുപ്രീം കോടതിയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലും ഒരു അധികാര വടംവലി നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സുപ്രീം കോടതി തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വിചാരണ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവരുടെ ഫങ്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉദ്ദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെ? അല്ലാതെ പൂർണ്ണമായും സുപ്രീം കോടതിക്ക് താഴെ കൊണ്ടുവരിക എന്നുള്ളതല്ല. പക്ഷെ സുപ്രീം കോടതി പലപ്പോഴും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവരെ നിയന്ത്രിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അടുത്തതായി പാസാക്കിയ ഒരു നിയമത്തിൽ പറഞ്ഞു, we are exempting you, the Governor General of Bengal, the Executive Council, the British East India Company servants. We are exempting you, we are removing you from the jurisdiction of the Supreme Court for your official actions. നിങ്ങളുടെ പേഴ്സണൽ ആക്ഷൻസ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായി നടത്തുന്ന ബിസിനസ്സുകൾ സ്വാഭാവികമായും ഞങ്ങൾ വിചാരണ ചെയ്യും. പക്ഷെ നിങ്ങൾ ഔദ്യോഗികമായി കമ്പനിക്ക് വേണ്ടി നടത്തുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിചാരണ ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ഇറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഗുണം ഉണ്ടാകുന്ന ഒരു കാര്യം അവർ വേണ്ടെന്ന് വയ്ക്കില്ലല്ലോ. കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഗുണമെങ്കിൽ അത് കോടതി വിചാരണ ചെയ്യും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിചാരണ നേരിടേണ്ടതായി വരില്ല. സോ ദിസ് ഈസ് ദ അമെൻഡിങ് ആക്ട് ഓഫ് 1781. കമ്പാരിറ്റീവ്ലി സിമ്പിൾ വൺ. ഓക്കെ, അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല, കമ്പാരിറ്റീവ്ലി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ല അമെൻഡിങ് ആക്ട് ഓഫ് 1781 എന്ന് പറയുന്നത്. The only importance is that the extension of the jurisdiction of the Supreme Court was further enlarged. അതായത് സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് വ്യാപിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് ഈ അമെൻഡിങ് ആക്ടിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. Okay, clear? Fine. So the next one is very, very important. That is the Pitt's India Act of 1784. The Pitt's India Act of 1784. Now this is very, very crucial. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. In fact, and I'll tell you what is exactly the reason also. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് യഥാർത്ഥത്തിൽ എന്ത് പരിഹരിക്കാൻ പോകുന്നത്? The majority issue or the Executive Council majority issue. The Executive Council majority issue would be rectified in the Pitt's India Act of 1784.
പിറ്റ്സ് ഇന്ത്യ ആക്ടിലെ അല്ലെങ്കിൽ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് രണ്ടാമത്തെ ഡിഫക്റ്റായ ഭൂരിപക്ഷ സംബന്ധമായ ഡിഫക്റ്റ് പരിഹരിക്കപ്പെടുക. Now we will see how it is going to happen. Talking about the Pitt's India Act of 1784, പിറ്റ്സ് ഇന്ത്യ ആക്ട് സ്വാഭാവികമായും ഇവിടെ ചെയ്ത ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കമ്പനിക്ക് ഇപ്പൊ രണ്ട് തരത്തിലുള്ള അധികാരമുണ്ട് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി രണ്ട് തരത്തിലുള്ള അധികാരങ്ങളാണ് പെർഫോം ചെയ്യുന്നത്. ഒന്ന് കൊമേഴ്ഷ്യൽ, കച്ചവട സംബന്ധമായ അധികാരമാണ് അല്ലെ, commercial functions, and at the same time the East India Company performs even the political or the administrative functions also. The political or the administrative functions. അതായത് രാഷ്ട്രീയപരമായ അധികാരം അല്ലെങ്കിൽ ഭരണപരമായ അധികാരം. അങ്ങനെ രണ്ട് ഫങ്ഷൻസ് ആണ് ഇപ്പോൾ കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. Now the Pitt's India Act of 1784 has divided this. ഈ രണ്ട് അധികാരങ്ങളും തമ്മിൽ പരസ്പരം അങ്ങ് വിഭജിച്ചു, ഡിവൈഡ് ചെയ്തു. ഇതിൽ ഒന്നാമത്തെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ഓൾറെഡി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ കയ്യിലാണ്. സോ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വുഡ് ബി സൂപ്പർവൈസിംഗ് ദ ഫങ്ഷൻസ് in relation to the commercial aspects. Now, political അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിന്റെ ചുമതല പുതുതായി നിലവിൽ വന്ന ഒരു ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ബോഡി was newly created, and these two bodies were based in Britain. ഈ രണ്ട് സംവിധാനങ്ങളും ഇന്ത്യയിലായിരുന്നില്ല, ബ്രിട്ടനിലായിരുന്നു. രണ്ടും ഒരു മാനേജിംഗ് ബോഡി തന്നെയായിരുന്നു കമ്പനിയുടെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം രൂപീകരിക്കുന്നു. ആ സംവിധാനത്തിന് രാഷ്ട്രീയപരവും ഭരണപരവുമായ കമ്പനിയുടെ ചുമതലകൾ എല്ലാം മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം നൽകുന്നു. ഓൾറെഡി ഉണ്ടായിരുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ കച്ചവട സംബന്ധമായ അധികാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ആൻഡ് ഹിയർ ബൈ the Pitt's India Act of 1784 has contributed for the establishment of a double government. What do you mean by double government? You have a court of directors plus board of control. അങ്ങനെ ഒരു ഡബിൾ ഗവൺമെന്റ് സംവിധാനം പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 has put forward. Okay, so this is the most significance or the significant feature of the Pitt's India Act of 1784. കമ്പനിയുടെ രണ്ട് തരത്തിലുള്ള ചുമതലകൾ, ഒന്ന് കച്ചവട സംബന്ധമായ ചുമതലയാണ്, മറ്റൊന്ന് ഭരണ സംബന്ധമായ ചുമതലയാണ്. ഇത് രണ്ടും കൂടി കമ്പനി അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് പുതുതായി ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്തു. ആ സംവിധാനത്തിന്റെ പേരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഈ ബോർഡ് ഓഫ് കൺട്രോൾ ഭരണ സംബന്ധമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കച്ചവട സംബന്ധമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതോടുകൂടി ഒരു ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. This is the most significant aspect of the Pitt's India Act of 1784. So distinguish the commercial and the political functions, or you can say that it is the commercial and the administrative functions. Okay, commercial and the administrative functions. And finally, thereby you have put forward a double government system which consists of court of directors and board of control. ഇനി ഇതിനൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കന്റ് ഫെസറ്റ് കൂടി പിറ്റ്സ് ഇന്ത്യ ആക്ടിനുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ആദ്യമായി ഒരു നിയമത്തിൽ പരാമർശിക്കുകയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളുണ്ടല്ലോ അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിൽ ചില പ്രദേശങ്ങളുണ്ട്. അപ്പൊ ആദ്യമായി ഒരു നിയമത്തില് ബ്രിട്ടീഷ് പാർലമെന്റ് പറയാണ്, ഇന്ത്യക്കകത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുള്ള ഈ പ്രദേശങ്ങൾ വുഡ് ബി നൗ നോൺ ആസ് ദ ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ. ആദ്യമായി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അധികാരമുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളാണ് എന്ന് ആദ്യമായി ഒരു നിയമത്തിലൂടെ ബ്രിട്ടീഷ് പാർലമെന്റ്
പ്രതിപാദിക്കുന്നു. Okay, so they said that it is British possessions in India. ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, പ്രധാനമായും ബോംബെ, ബംഗാൾ, മദ്രാസ് എന്നീ പറയുന്ന പ്രദേശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത്തരം പ്രദേശങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളാണ് എന്നാണ് ഈ നിയമത്തിലൂടെ പ്രതിപാദിക്കുന്നത്. British possessions in India. This is also a previous question of UPSC. In fact, UPSC ചോദിച്ചിട്ടുള്ള ഒരു previous ചോദ്യമാണ്. And thereby the British government was given the supreme control over the East India Company. അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ മുകളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് പരമപ്രധാനമായ ഒരു നിയന്ത്രണവും പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ നൽകിയിരുന്നു. Now, എങ്ങനെയാണ് ഈ ഡിഫക്റ്റുകൾ പരിഹരിക്കപ്പെടുന്നത്? നമ്മളുടെ മെജോറിറ്റി സംബന്ധമായ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഡിഫക്റ്റ് എങ്ങനെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നതിന് മുൻപ് പിറ്റ്സ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. പിറ്റ്സ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായി the provision for the right to recall was provided in a British law, that is the Pitt's India Act of 1784. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ റൈറ്റ് ടു റീകോൾ. വാട്ട് ഡു യു മീൻ ബൈ റൈറ്റ് ടു റീകോൾ? നിങ്ങൾ ഒരു മമ്മൂട്ടിയുടെ സിനിമ, ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരിക്കും. ആ സിനിമയുടെ പേര്, വലിയ വിജയമായൊരു സിനിമയല്ല, വൺ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ കടക്കൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. And he has played the role of a chief minister in Kerala. അപ്പൊ ആ സിനിമയില് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ പ്രതിനിധികൾ, ഈ പ്രതിനിധികൾക്ക് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ they would be called back. അവരുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തിരിച്ചു വിളിക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ റൈറ്റ് ടു റീകോൾ എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണ്? അഗെയിൻ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് പിറ്റ്സ് ഇന്ത്യ ആക്ടിലും ഉദ്ദേശിക്കുന്നത് ഇതാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് പാർലമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കണം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് പറയുന്ന രീതിയിലല്ല ഈ ഗവർണർ ജനറൽമാര് പെർഫോം ചെയ്യുന്നതെങ്കിൽ, കമ്പനി ഒഫീഷ്യൽസ് പെർഫോം ചെയ്യുന്നതെങ്കിൽ, the British Parliament will say that, my dear, you please come back. We have introduced the provision of right to recall. തിരിച്ചു വിളിക്കാനുള്ള അധികാരം പരാമർശിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ you just come back. This is what do you mean by the provision of right to recall, which was added by the Pitt's India Act of 1784. So this is also one of the significance of the Pitt's India Act of 1784. And the last one, the majority issue was sorted out. ഭൂരിപക്ഷ സംബന്ധമായ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. എന്തായിരുന്നു നേരത്തെ പ്രശ്നം? നമ്മൾ റെഗുലേറ്റിംഗ് ആക്ടിൽ പറഞ്ഞു, ഈ ഗവർണർ ജനറലിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 4 പേരും ഗവർണർ ജനറലിന് വലിയ തലവേദനയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ശ്രദ്ധിക്കുക, എന്താണ് സംഭവിക്കുക? ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ 4 പേരും വലിയ തലവേദനയായിരുന്നു അല്ലെ? 3 പേരും വലിയ തലവേദനയായിരുന്നു. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ ഈ 2 പേരെ, ഈ ഒരാളെ അങ്ങ് ഒഴിവാക്കുകയാണ്. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 4 മെമ്പേഴ്സിനെ റെഡ്യൂസ് ചെയ്ത് എത്രയാക്കി മാറ്റുന്നു? 3 ആക്കി മാറ്റുന്നു. എക്സിക്യൂട്ടീവ് കൗൺസിലിലെ 4 മെമ്പേഴ്സിനെ റെഡ്യൂസ് ചെയ്ത് എത്രയാക്കി മാറ്റുന്നു? 3 ആക്കി മാറ്റുന്നു. സോ ദിസ് ഇസ് ഹൗ ദ സിറ്റുവേഷൻ ഇസ് നൗ. ഇപ്പൊ എങ്ങനെയാണ് സിറ്റുവേഷൻ? ഇപ്പൊ ഇങ്ങനെയാണ്. 4 എന്തായി മാറി? 3 ആയി മാറി അല്ലെ? 4 3 ആയി മാറുന്നു.
Now see, എന്താണ് സംഭവിക്കാതെ നോക്കിക്കോ. ഒരു വിഷയത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഓക്കെ, ഒരു വിഷയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. 2 പേര് എതിർത്ത് വോട്ട് ചെയ്യുന്നു, ഒരാള് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അപ്പൊ ഗവർണർ ജനറലിന്റെ ആവശ്യം എന്താണ്? അനുകൂലമാവുക എന്നുള്ളതാണ്. അപ്പൊ ഗവർണർ ജനറലിന് കൂടി ഒരു വോട്ട് ചെയ്യാം എന്ന അവസ്ഥ വരുവാണ്. അപ്പൊ 2 പേര് എതിരഭിപ്രായം, 2 പേര് അനുകൂലമായ അഭിപ്രായം. സോ ഇറ്റ് ഇസ് എ ടൈ. ഇസ്ന്റ് ഇറ്റ്? ഒരു ടൈ ആകുകയാണ്. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ വോട്ടെടുപ്പിന് ശേഷം അവിടെ ഒരു ടൈ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ ടൈ വന്നു കഴിഞ്ഞാൽ ഗവർണർ ജനറലിന് കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരം കൂടി. യു ക്യാൻ യൂസ് ദ പ്രൊവിഷൻ ഓഫ് കാസ്റ്റിംഗ് വോട്ട്, which is also known as the tie-breaker vote. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ടൈ വന്നാൽ ആ ടൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്താം എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി നൽകുന്നു. അപ്പൊ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ ഫൈനലി ഒരു വോട്ട് ആര് രേഖപ്പെടുത്തും? ഗവർണർ ജനറൽ വീണ്ടും രേഖപ്പെടുത്തും. സ്വാഭാവികമായും എന്തായി മാറും? 3:2 എന്നായി മാറും. That's it. It's over. The problem is over. അല്ലേ? അപ്പൊ മെജോറിറ്റി ഇഷ്യൂ പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ മെജോറിറ്റി ഇഷ്യൂ പരിഹരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. 4 പേരാണ് ഓൾറെഡി ഉണ്ടായിരുന്നത്. അതിൽ 3 പേര് വലിയ തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവർണർ ജനറലിന് തന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ 4 പേര് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായി കുറച്ചു? 3 ആയി കുറയ്ക്കുന്നു. അതിലും 2 പേര് തലവേദനയായിരുന്നു. അതോടുകൂടി ഗവർണർ ജനറലിന് ഒരു വോട്ടവകാശം നൽകുന്നു. സോ മെജോറിറ്റി ഓഫ് ഇഷ്യൂസിലും എന്ത് സംഭവിക്കും? ഒരു ടൈ ക്രിയേറ്റ് ചെയ്യപ്പെടും. ടൈ വന്നാൽ ഗവർണർ ജനറലിന് വീണ്ടും ഒരു വോട്ട് ടൈ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ദ കാസ്റ്റിംഗ് വോട്ട്. ഓക്കെ, അതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. സോ ദിസ് വുഡ് ബി 3:2 ആൻഡ് ദ ഗവർണർ ജനറൽ വുഡ് ബി ഹാപ്പി. അല്ലെ? ഗവർണർ ജനറൽക്ക് സന്തോഷമാവും. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, സാർ ഈ ഗവർണർ ജനറല് പ്രശ്നമാണെങ്കിലോ? ഗവർണർ ജനറല് കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പറയുന്നത് പോലെ പെർഫോം ചെയ്യാത്ത ഒരാളാണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാം, അല്ലെ? ആൻഡ് ദ ആൻസർ ഫോർ സച്ച് ക്വസ്റ്റ്യൻ ഇസ് the right to recall. ഗവർണർ ജനറൽ എവിടെയെങ്കിലും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി പെർഫോം ചെയ്താൽ we will call him back. So there is no issue. അപ്പം മെജോറിറ്റി പ്രശ്നവും പരിഹരിച്ചു. അതുപോലെ ഗവർണർ ജനറലിന് ഒരു തരത്തിലും ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നൊരു വശവും ഇവിടെ പൂർണ്ണമായും മീറ്റ് ചെയ്യപ്പെട്ടു. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ 2 കാര്യവും ഇവിടെ കൃത്യമായി മീറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ദിസ് ഈസ് ദ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. So the summary for the Pitt's India Act of 1784, just understand the summary. The summary for the Pitt's India Act of 1784, the first one, double government system. That means court of directors, board of control, court of directors for the commercial functions, board of control for the administrative functions. Okay, point number 1. Second, for the first time, East India Company യുടെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. The third one, right to recall. The provision for the right to recall was provided in the Pitt's India Act of 1784. The fourth one was the majority issue was also sorted out. So this will end the discussion about the Pitt's India Act of 1784. Now, please let me know if you have any doubts regarding the Pitt's India Act of 1784. Please mention it in the comment box. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
Kindly mention it in the comment box. If it is okay, you can mention even that. Clear, Anna? Yes. Thank you. Thank you. What about others? Are you getting the concept? Okay, so yes, thank you. Now, before going to the next part, അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് the KS Ranker platform has informed some things, some informations in fact to be communicated. അപ്പൊ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ക്ലാസ്സിനിടയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതെങ്കിൽ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ഒരു വെബിനാർ KS Ranker ഇൻസ്റ്റിറ്റ്യൂട്ട്, the platform is conducting a webinar. അപ്പോൾ ആ വെബിനാറിൽ എങ്ങനെയാണ് ഈ ക്ലാസിന്റെ റെക്കോർഡിങ്സ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ഒരു അറിവ് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പ്രിപ്പറേഷൻ കോംപ്രിഹെൻസീവായി UPSCക്കും KSനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്രിഫറബ്ലി 2 മണിക്കൂറായിരിക്കും നമ്മൾ ഒരു ദിവസം ക്ലാസ് എടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂറിൽ കൂടുതൽ പോകാം, അല്ലെങ്കിൽ 2 മണിക്കൂറിൽ കുറയുകയുമാകാം. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്കൽറ്റി. സോ ദീസ് ആർ സം ഓഫ് ദ തിങ്സ് വിച്ച് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. എക്സാം സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന പൊളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ് എന്നൊക്കെ പറയുന്ന മേഖലകളിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു മേ ആസ്ക് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ് ഓൾസോ. ദാറ്റ് ഇസ് നോട്ട് ആൻ ഇഷ്യൂ. ഈ ക്ലാസിന്റെ ആക്സസ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ വൈകിട്ട് നടക്കുന്ന വെബിനാറിൽ നിന്ന് ലഭ്യമായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് ഐ നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. താങ്ക് യു. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത നിയമത്തിലേക്ക് പോകുകയാണ്. ദാറ്റ് ഇസ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1793, 1793 ചാർട്ടർ ആക്ട്. ഈവൻ അതിന് മുൻപ് ഒരു ചെറിയ നിയമമുണ്ട്. ആ നിയമത്തിൽ പ്രധാനപ്പെട്ടതൊന്നും പഠിക്കാനില്ല. ഇൻഫാക്ട് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഐ വിൽ ജസ്റ്റ് മെൻഷൻ ദാറ്റ് ഈ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കില് ഒരുപാട് ഇപ്പം 7th എഡിഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഈ 7th എഡിഷനിൽ കുറച്ച് ചാപ്റ്റർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 7th എഡിഷൻ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു ക്ലിയർലി നോ അബൌട്ട് the syllabus, or if you know the change in the political dynamics, നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ലോക്സഭയിൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്ക് സ്ത്രീ സംവരണം വരാൻ പോകുന്നു. ഈ സ്ത്രീ സംവരണത്തെ പറ്റി അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിന്റെ ആവശ്യം വരും, 7th എഡിഷന്റെ ആവശ്യം വരും. പക്ഷെ അതിനെപ്പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേറ്റസ്റ്റ് എഡിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന എഡിഷൻ, അതായത് പഴയ എഡിഷനിൽ ഈ സ്ത്രീ സംവരണത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം അത് ഇപ്പോഴല്ലേ നടന്നത്. അപ്പൊ അത് ഈവൻ ഇപ്പോ 7th എഡിഷനിലാണെങ്കിൽ പോലും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണമെന്നില്ല കേട്ടോ. അത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത്, അത്തരം അപ്ഡേഷൻസ് നിങ്ങൾക്ക് പൊളിറ്റിയെ സംബന്ധിച്ചൊക്കെ അത്തരം അപ്ഡേഷൻസ് നിങ്ങൾക്ക് വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും.
which I can guarantee you. അപ്പൊ അത് നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ്. നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ അതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും കൊടുക്കുക. So that is where, or that is the reason why we say that it is a faculty based examination എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ഓക്കെ, സോ അതാണ് മറ്റൊരു കാര്യം. ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണമോ വേണ്ടയോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. സോ ദാറ്റ് ഇസ് ദ റീസൺ ഐ ജസ്റ്റ് നീഡഡ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ അങ്ങനെ ലേറ്റസ്റ്റ് എഡിഷനിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ആക്ട് ഓഫ് 1786 എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായി ആകെ ഒരു കാര്യം മാത്രമേ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഒന്ന്, ലോർഡ് കോൺവാളിസ് വാസ് അക്സെപ്റ്റഡ് ആസ് ദ ഗവർണർ ജനറൽ. 1786 നിയമത്തിലൂടെയാണ് ലോർഡ് കോൺവാളിസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈ ഡിമാൻഡ്, അതായത് ഈ പോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ലോർഡ് കോൺവാളിസ് 2 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, അദ്ദേഹം തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും, അദ്ദേഹത്തിന് സൈന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുക്കും. ഹി വുഡ് ബി ദ കമാൻഡർ ഇൻ ചീഫ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതേ സമയം തന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം, എനിക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തീരുമാനം എന്താണെങ്കിലും, ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മെജോറിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു, ആ മെജോറിറ്റിയുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചിരുന്നു. ഇനി മെജോറിറ്റിയുടെ പ്രശ്നം പരിഹരിച്ചാലും ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കാം? ചില സാഹചര്യങ്ങളിൽ ഗവർണർ ജനറൽ ഒറ്റപ്പെട്ടു പോകാം, അല്ലെ? ഇപ്പോ എത്ര പേരുണ്ട്? ഇപ്പോ 3 പേരാണുള്ളത്. ഈ 3 പേരിൽ 3 പേരും ഗവർണർ ജനറലിന് എതിരാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? 3 പേരും എഗെയിൻസ്റ്റ് പറയുന്നു, ഒരാൾ മാത്രമാണ് അനുകൂലമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? 2:2 ആണെങ്കിൽ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗപ്പെടുത്താം. ഇവിടെ 2:2 പോലും വരുന്നില്ല. എന്ന സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തീരുമാനങ്ങളെ മറികടക്കാനുള്ള അധികാരം എനിക്ക് വേണം എന്നും അദ്ദേഹം ഡിമാൻഡ് ചെയ്തിരുന്നു. So this is what you need to understand regarding the Act of 1786. പ്രാധാന്യമില്ലാത്ത ഒന്നാണ്, പഠിക്കണമെന്ന് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം അദ്ദേഹം ഡിമാൻഡ് ചെയ്തു എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. That's it. The next one, the Charter Act of 1793. Okay. പേര് കേൾക്കുമ്പോൾ അറിയാം, ചാർട്ടർ എന്നാണ് പേരല്ലേ, ചാർട്ടർ എന്നാണ് പേര്. അപ്പൊ പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാം എന്താണ് ഈ ചാർട്ടർ ആക്ടിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് ഇസ് എക്സാക്ട്ലി ദ ഇന്റൻഷൻ ഓഫ് ദ ചാർട്ടർ ആക്ട് ഓഫ് 1793? സോ അബ്സല്യൂട്ട്ലി വി നോ ദാറ്റ് ചാർട്ടർ ആക്ട് ഓഫ് 1793യുടെ ഉദ്ദേശം ലൈസൻസ് റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? 20 വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തിരുന്നു. 1773 20 വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തിരുന്നു. ഇപ്പൊ വർഷം 1793 ആകുന്നു. സോ യു നീഡ് ടു റിന്യൂ ദ ലൈസൻസ്. ഫൈൻ, കൺഗ്രാറ്റുലേഷൻസ്, യുവർ ലൈസൻസ് വിൽ ബി റിന്യൂഡ് ഫോർ ഫർദർ 20 more years. 20 വർഷത്തേക്ക് കൂടി ചാർട്ടർ റിന്യൂ ചെയ്ത് നൽകുന്നു. ഓക്കെ, അതായത് കച്ചവട സംബന്ധമായ കുത്തകാവകാശം വീണ്ടും 20 വർഷത്തേക്ക് കൂടി ചാർട്ടർ റിന്യൂ ചെയ്ത് നൽകുന്നതോടുകൂടി കമ്പനിക്ക് ലഭിക്കുന്നു. അപ്പൊ കമ്പനിയോട് പറയാണ്, ഇനി 20 വർഷത്തേക്ക് കൂടി നിങ്ങൾ മാത്രമായിരിക്കും ബ്രിട്ടന് വേണ്ടി ഇന്ത്യയിൽ കച്ചവടം ചെയ്യുക, വേറെ ഒരാളും വരില്ല, നിങ്ങൾ മാത്രമായിരിക്കും 20 വർഷത്തേക്ക് കൂടി കച്ചവടം ചെയ്യുക. യു വുഡ് ബി എക്സ്റ്റെൻഡഡ് വിത്ത് ദ ട്രേഡ് മോണോപ്പൊളി. ഓക്കെ, സോ 20 more years, 20 വർഷത്തേക്ക് കൂടി കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 20 വർഷത്തേക്ക് കൂടി അവരോട് പറയാണ്, കമ്പനി ആയിരിക്കും ബ്രിട്ടന് വേണ്ടിയുള്ള കച്ചവടം ചെയ്യുക, 20 വർഷത്തേക്ക് കൂടി നിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദേ ബിക്കം വെരി ഹാപ്പി. കാരണം 20 വർഷത്തേക്ക് കൂടി നമ്മൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള അധികാരം ലഭിച്ചിരിക്കുകയാണ് എന്ന് കമ്പനി ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുന്നു. അപ്പൊ അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം, 20 വർഷത്തേക്ക് എന്തായാലും ഞങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പറഞ്ഞിരിക്കുന്നത്. സോ വി വിൽ ട്രൈ എക്സ്പാൻഡിങ് അവർ ബിസിനസ്. നമ്മൾക്ക് എന്ത് ചെയ്യാം? ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാം. വണ്ടർഫുൾ. അപ്പൊ അങ്ങനെ അവര് ഇന്ത്യ വിട്ട് പലരും യാത്ര ചെയ്യുകയാണ്.
ഇതിനു മുൻപും യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യ വിട്ട് കപ്പൽ മാർഗം അവർ പലരും യാത്ര ചെയ്യുന്നു. അങ്ങനെ ലോകത്തുള്ള പല ബിസിനസ് ടൈക്കൂൺസുമായി അവർ എഗ്രിമെന്റ് ഒപ്പുവെക്കുകയാണ്. അതായത് ഞങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം എന്നാവശ്യപ്പെടുന്നു. അങ്ങനെ അവർ ചർച്ചകൾ നടത്തുന്നു, പല ചർച്ചകൾ നടത്തുന്നു, എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നു. ഓക്കെ, എഗ്രിമെന്റിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെ ഈ കമ്പനി ഓഫീഷ്യൽസ് they have extended the license of country trade or privileges to the businessmen. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള പ്രൈവറ്റ് ബിസിനസ് ടൈക്കൂൺസുമായി ഇവര് ധാരണാപത്രം ഒപ്പുവെക്കുകയാണ്. അങ്ങനെ അവർക്കൊരു ലൈസൻസും ഇഷ്യൂ ചെയ്യുന്നു. ദാറ്റ് ലൈസൻസ് ഇസ് നോൺ ആസ് ദ കൺട്രി ട്രേഡ് ഓർ പ്രിവിലേജസ്. അതായത് ഇന്ത്യക്കകത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ഒരു സ്റ്റേക്ക് ആർക്ക് നൽകുന്നു? പുറമേ നിന്നുള്ള പ്രൈവറ്റ് വ്യാപാരികൾക്കും നൽകുന്നു. അപ്പൊ മൊണോപ്പൊളി പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലാണ്. അപ്പൊ അവർക്ക് തീരുമാനിക്കാം ആര് ഞങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളികളാവണം, ആര് പങ്കാളികളാവണ്ട തുടങ്ങിയ കാര്യമൊക്കെ ആർക്ക് തീരുമാനിക്കാം? അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തീരുമാനിക്കാം. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറമേ നിന്നുള്ള മറ്റ് ബിസിനസ് ടൈക്കൂൺസിനെ തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുന്നു. അപ്പൊ നേരത്തെ 1786 ആക്ടിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഗവർണർ ജനറലിന് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തീരുമാനങ്ങളെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം വേണമെന്ന് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നല്ലേ? അപ്പൊ അത് അംഗീകരിച്ചിരുന്നു 1786 നിയമത്തിൽ. ഇപ്പോൾ അതായത് പുതിയ നിയമത്തിൽ ചാർട്ടർ ആക്ട് പ്രകാരം ഭാവിയിൽ വരുന്ന എല്ലാ ഗവർണർ ജനറൽമാർക്കും മാത്രമല്ല ഗവർണർമാർക്കും എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഡിസിഷൻസിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുന്നു. വൈ? ബിക്കോസ് യു ഹാവ് ദ പ്രൊവിഷൻ ഓഫ് റൈറ്റ് ടു റീകോൾ. അല്ലെ? റൈറ്റ് ടു റീകോൾ പ്രൊവിഷൻ ആരുടെ കയ്യിലുണ്ട്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ഗവർണർമാർക്കും ഗവർണർ ജനറൽമാർക്കും അവരുടേതായ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ബൈപ്പാസ് ചെയ്താലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്രിട്ടന്റെ തീരുമാനത്തിന് വിരുദ്ധമായി ഒരു പെർഫോമൻസ് നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ സാധിക്കും? അവരെ തിരിച്ചു വിളിക്കാൻ സാധിക്കും. സോ ദിസ് വാസ് എക്സ്റ്റെൻഡഡ് ടു the all future governor generals and governors who would be appointed as part of the company. ഭാവിയിലുള്ള എല്ലാ ഗവർണർമാരിലേക്കും ഗവർണർ ജനറൽമാരിലേക്കും ഈ അധികാരം എക്സ്പാൻഡ് ചെയ്യുന്നു. Okay, and now the next provision is that the board of control and their staff needs to be paid out of Indian revenue. അതായത് നമ്മൾ നേരത്തെ ഒരു ഡബിൾ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞു അല്ലെ? ഒരു ഡബിൾ ഗവൺമെന്റ്. ഈ ഡബിൾ ഗവൺമെന്റ് പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ ഡബിൾ ഗവൺമെന്റ് പ്രകാരം ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്, ഒരു ബോർഡ് ഓഫ് കൺട്രോളും ഉണ്ട്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത് അല്ലെ? ഈ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാര് നൽകിയ അധികാരങ്ങൾ തന്നെയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് എന്താവശ്യപ്പെടുന്നത്? നിങ്ങൾ ഇന്ത്യയിൽ പോയി ഞങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്യുക. എന്നാൽ ഭരണസംബന്ധമായ അധികാരം പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടില്ല അല്ലെ? അത് കമ്പനി നേടിയെടുത്ത അധികാരമാണ്. കമ്പനി ഗ്രാജ്വലി നേടിയെടുത്ത അധികാരമാണ് ഭരണസംബന്ധമായ അധികാരം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റ് പറയാണ് ഞങ്ങൾ പറയുന്ന കാര്യത്തിനുള്ള ശമ്പളം ഞങ്ങൾ നൽകിക്കൊള്ളാം. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനുള്ള ശമ്പളം ബ്രിട്ടീഷ് ട്രഷറിയിൽ നിന്ന് നൽകിക്കൊള്ളാം. പക്ഷേ ബോർഡ് ഓഫ് കൺട്രോളിനുള്ള ശമ്പളം നിങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ നൽകണം. സോ യു ജസ്റ്റ് ഇമാജിൻ ദ ബ്രെയിൻ, ദ ഷാർപ്പ് ബ്രെയിൻ ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെന്റ്. ഒരേ സമയം തന്നെ അവർ ആലോചിക്കുന്നത് എന്താണ്? അവരാലോചിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന മണി, ക്യാഷ്, അതിൽ നിന്നൊരു വിഹിതം എങ്ങോട്ട് പോകണം? ഈ ബോർഡ് ഓഫ് കൺട്രോളിന്റെ ശമ്പളം നൽകുന്നതിലേക്ക് പോകണം. അപ്പൊ ക്യാഷ് അവരുടെ കയ്യിൽ കുറവാണെങ്കിൽ അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ
ദ്രുതഗതിയിൽ നടക്കില്ല. അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഏരിയ ആർക്ക് ഒക്യുപ്പൈ ചെയ്യാം? ബ്രിട്ടനിലെ മറ്റ് മെർച്ചന്റ്സിന് ഒക്യുപ്പൈ ചെയ്യാം. So this is what is the idea. So this is how you need to understand and learn the history of the Indian Constitution. Each and every provisions, behind each and every provisions, there is a reason. ഈ കാരണം അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ നിൽക്കൂ. അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീയിങ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓർ യു വിൽ ഫീൽ ദാറ്റ് യെസ് ഇറ്റ്സ് പെർഫെക്റ്റ്. കാരണം ഓരോ ആക്ടുകളും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഞാൻ പഠിച്ചതൊക്കെ ശരിയാണ്, ഞാൻ എല്ലാം ഓർത്തിരിക്കുന്നുണ്ടെന്ന് തോന്നും. പക്ഷെ 2 ദിവസത്തിന് ശേഷം നിങ്ങൾ ഈ ആക്ട് എടുത്തൊന്ന് വായിച്ചു നോക്കൂ. യു വിൽ ബി depressed because you will feel that you have learned nothing, because you will not even remember one provision from one particular act. കാരണം ഈ നിയമങ്ങൾ കാണാതെ പഠിക്കേണ്ടതല്ല, ഇതിന്റെ പശ്ചാത്തലം അറിഞ്ഞ് തന്നെ പഠിക്കേണ്ട ഒരു നിയമമാണ്. Okay, so that is the reason why the British Parliament has put forward a suggestion that the Board of Control needs to be paid out of the British funds or the East India Company's funds, and the Court of Directors would be paid by the British funds. Okay, അതായത് വീണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. Okay, and there was one more provision, one more interesting provision. മറ്റൊരു പ്രൊവിഷൻ എന്തായിരുന്നു? മറ്റൊരു പ്രൊവിഷൻ പറഞ്ഞത്, സർ, ദ കമ്പനി ഒഫീഷ്യൽസ് they usually used to travel out of India. അല്ലെ, ഇവര് കപ്പൽ മാർഗത്തിൽ ട്രാവൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ കപ്പലിൽ ഇവരിങ്ങനെ ട്രാവൽ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ബിസിനസ് സംബന്ധമായ ഉടമ്പടികൾ ഒപ്പുവെക്കാനൊക്കെ ആയിട്ട് ഇവര് ട്രാവൽ ചെയ്യും. അപ്പൊ ഇവര് കമ്പനി ഒഫീഷ്യൽസ് ആണ്. ഇവര് കമ്പനിയുടെ ഭാഗമായി ഇപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ചിട്ട് പുറത്തു പോകുമെന്ന് പറയാറുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ ശമ്പളം കൊടുക്കുന്നത് കമ്പനി റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് ഞങ്ങൾ കാശ് തരുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നുവെങ്കിൽ, if the British officials, they leave India without the permission of the British Crown, without the permission of British Crown, you would be dismissed from the service. മറ്റൊരു എക്സ്പ്ലനേഷനും വെയിറ്റ് ചെയ്യാതെ you would be dismissed from the service provided by the Charter Act of 1793. അതായത് ഇന്ത്യ വിട്ട് നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക്, ഇന്ത്യൻ ഭൂപ്രദേശം വിട്ട് ബ്രിട്ടീഷ് രാജഭരണാധികാരിയുടെ അനുവാദമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോയാൽ, without waiting for your explanation, you would be dismissed from the service. ഇനി നിങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായി ഇരിക്കില്ല, നിങ്ങൾ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെടും. അപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റ് രാജ്യങ്ങളിലെ ബിസിനസ് ടൈക്കൂൺസുമായി എഗ്രിമെന്റ് ഒപ്പുവെക്കാതിരിക്കാനുള്ളൊരു ശ്രമം. The British do not want the British East India Company to expand its business. That is what is provided here. Okay, and one more thing, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഗവർണർ ജനറലിന്റെ അസാന്നിധ്യം ഉണ്ടായാൽ, ഗവർണർ ജനറലിന് അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നുള്ള ഒരാളെ തൽക്കാലം വൈസ് പ്രസിഡന്റായി അപ്പോയിന്റ് ചെയ്യാം. അതായത് അസാന്നിധ്യത്തിൽ ഒരു കെടുകാര്യസ്ഥത ഉണ്ടാകാൻ പാടില്ല. അസാന്നിധ്യമാണെങ്കിൽ പോലും ഒരു വൈസ് പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ള കാര്യം കൂടി പരാമർശിച്ചിരിക്കുന്നു. So this is the Charter Act of 1793. ഇതാണ് 1793 ചാർട്ടർ ആക്ടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ജസ്റ്റ് പ്രൊവൈഡിങ് എ സമ്മറി. 1793 ചാർട്ടർ ആക്ടിൽ ഒന്ന്, ചാർട്ടർ വീണ്ടും റിന്യൂ ചെയ്യുന്നു.
രണ്ട്, കച്ചവട സംബന്ധമായ കുത്തകാവകാശം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതായത് കുത്തക ആരുടെ കയ്യിൽ തന്നെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പുവരുന്നു. അതോടുകൂടി അവര് ഫർദർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മറ്റ് രാജ്യങ്ങളിലെ ബിസിനസ് ടൈക്കൂൺസുമായി എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നോക്കുന്നു. അവർക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നു. Those licenses are known as the country trade or privileges. And even എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഓവർറൈഡ് ചെയ്യാനുള്ള അധികാരങ്ങൾ പൂർണ്ണമായും ഗവർണർ ജനറലിനും മറ്റ് ഗവർണർമാർക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ബോർഡ് ഓഫ് കൺട്രോളിന്റെ ശമ്പളം പൂർണ്ണമായും ആര് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു? ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്റെ ശമ്പളം അത് ബ്രിട്ടീഷുകാർ നൽകിക്കൊള്ളും. ബ്രിട്ടീഷ് കമ്പനിയുടെ ഒഫീഷ്യൽസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ക്രൗണിന്റെ അനുവാദമില്ലാതെ ബ്രിട്ടീഷ് ടെറിട്ടറി വിട്ടാൽ you would be dismissed from the service even without waiting for your explanation. And finally, there would be a provision to appoint a vice president from your executive council in the absence of governor general. So this is the Charter Act of 1793. Is it clear now? The Charter Act of 1793 clear or no? If it is clear, please mention it in the comment box. If there is any query, you can ask it in the comment box. You can post it in the comment box. It is your time and you are investing the time for your preparation. അതുകൊണ്ട് സംശയങ്ങൾ ചോദിച്ച് അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ക്ലാസ് റൂം ലീവ് ചെയ്യുക. Okay? Fine. So today we would end the discussion by this. I hope you are getting the concepts clear. Fine. So we will see in the next class the remaining area. So just read what we have discussed until now and come in the next class. Okay. So thank you very much. Thank you. Thank you for giving me this opportunity. Thanks. Thank you very much. Okay. Yes.